ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ അഞ്ജലി ജാസ്മിനെ കൈ കൊടുക്കുകയാണ്. വേറൊന്നല്ല, അഞ്ജലിയുടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് ഇത്രയും നാള് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ രാഘവനുടെ ഒരു കീഴിലാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി അഞ്ജലിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അഞ്ജലി ക്ഷണിക്കുമ്പോൾ ജാസ്മിൻ വേറെ ഒന്നും രണ്ടാമത് ആലോചിക്കുന്നില്ല. അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും ചെറിയൊരു ഭാഗ്യവും കാര്യങ്ങളൊക്കെ വേണം. എന്തൊക്കെ പറഞ്ഞാലും ഈ കാർത്തിക് പത്മ കേസിൽ നീതി കിട്ടാൻ പോണത് പത്മക്ക് തന്നെയാണ്. രാഘവനെ തോൽക്കാൻ പോകണം നന്നായിട്ട് ജാസ്മിൻ അറിയാം. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ജാസ്മിൻ. ആ സമയത്ത് അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് ജാസ്മിനോട്, ജാസ്മിൻ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, അഞ്ജലിയുടെ കൂടെ കൂടിക്കോ, ഒരു കുഴപ്പമില്ല. ദേ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും ഗുമസ്തനാകാം എന്ന് പറയുമ്പോൾ അഞ്ജലി പുച്ഛത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഗുമസ്തന്റെ ആവശ്യമില്ല, സോറി, രാഘവനുടെ മകന് കൂടെ ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാട്ടോ. അർജുന ഭയങ്കര വിഷമമൊന്നുണ്ട്. അതിനുശേഷം അഞ്ജലി തന്റെ സാധനങ്ങളും തന്റെ കോട്ടും തന്റെ കേസിന്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ശംഖുചക്രത്തിലേക്ക് പോവാണ്. ആ സമയത്തായിരിക്കും അബി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബി ആണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി അവിടെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് കുഞ്ഞപ്പന്റെ കൂടെ. കുഞ്ഞപ്പനെ പൈസ നീട്ടുമ്പോൾ കുഞ്ഞപ്പൻ പറഞ്ഞു, അഞ്ജലി എന്താ കൊച്ചുവക്കീൽ ഇത് പൈസയൊക്കെ നീട്ടുന്നത്? അത് വേറൊന്നല്ല കുഞ്ഞപ്പ, ഇന്നത്തെ ദിവസം ഫുള്ളും കുഞ്ഞപ്പൻ എൻ്റെ കൂടെ ആയിരുന്നല്ലോ. കുഞ്ഞപ്പൻ എത്രയോ ഓട്ടോ ഇന്ന് ക്യാൻസൽ ആയി പോയത്, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പൈസകൾ ഞാൻ തരണ്ടേ, ഇത് പിടിക്കും. ദേ കൊച്ചുവക്കീലെ, അതൊന്നും വേണ്ട, നമ്മുടെ പത്മ കേസിന് വേണ്ടിയിട്ടല്ലേ, ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എനിക്ക് വേണ്ടെന്നേ, അത് പറഞ്ഞാൽ പറ്റില്ല. അതെ, ഈ പൈസ മേടിച്ചില്ലെങ്കിൽ കുഞ്ഞപ്പന്റെ ഓട്ടോ ഞാൻ ഇനി വിളിക്കില്ല കേട്ടോ എന്ന് അഞ്ജലി പറയുമ്പോൾ കുഞ്ഞപ്പൻ ആ പൈസ വാങ്ങിക്കുകയാണ്. ശേഷം കുഞ്ഞപ്പൻ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നുണ്ട്. അഞ്ജലിനെ മുകളിൽ നിന്ന് കണ്ടിട്ട് അബി ഞെട്ടിപ്പോവാണ്. ഇത് അഞ്ജലി അല്ലേ? ഈശ്വര, ഇത് അഞ്ജലി തന്നെയാണോ? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന മുഖം എന്ന് പറഞ്ഞിട്ട് അബി നേരെ നിലത്തേക്ക് പോവാണ്. അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ഷോക്കായിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അബീനെ കാണാട്ടോ. അഞ്ജലി വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. കാണാൻ അഞ്ജലിക്ക് ഒരു കാര്യം മനസ്സിലായി, അബി ഒന്നും അറിഞ്ഞിട്ടല്ല തൻ്റെ അടുത്ത് വന്നേന്ന്. അഞ്ജലി, താനിവിടെ ആരെ കാണാൻ വേണ്ടിയിട്ടാ വന്നത്? പറ അഞ്ജലി, എന്താ അഞ്ജലി താനിവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അബി. ഇതൊന്നും കേട്ട് വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ അഞ്ജലി പുച്ഛത്തോട് കൂടി താൻ നിൽക്കുമ്പോൾ അവിടേക്ക് അനുപമ വരെയാണ്. അപ്പോ കാര്യങ്ങളൊന്നും അബി അറിഞ്ഞില്ലല്ലോ? എങ്കിലേ അറിഞ്ഞോ, അബിയുടെ പുന്നാര അനിയനുണ്ടല്ലോ, അനിയൻ അതായത് അഞ്ജലിയുടെ ഭർത്താവാണ്. അവളെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയണം. ഇത് കേൾക്കുന്ന അബി ഞെട്ടിപ്പോവാണ്. അർജുൻ അഞ്ജലിനെ വിവാഹം കഴിച്ചെന്നോ? യെസ് അബി, യെസ്, വിവാഹം കഴിഞ്ഞു. സത്യം പറഞ്ഞ ഇവിടെ വിവാഹം കണ്ട് കുറച്ചധികം ദിവസങ്ങളോ നാളുകളോ ആയി. പക്ഷെ ആരോടും പറയാതെ മിണ്ടാതിരിക്കായിരുന്നു. അവസാനം കള്ളനെ കൈയോടെ പിടിച്ചു. ഇവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അർജുൻ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നു. രാഘവനെങ്കിൽ രണ്ടുപേരെ രണ്ട് കൈതിട്ട് സ്വീകരിച്ചെങ്കിലും അങ്ങളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട്, അത് ഉറപ്പാണ് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അതൊന്നും കേൾക്കാതെ അകത്തേക്ക് പോവാട്ടോ. അബിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അബി നേരെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് അപ്പൊ തന്നെ ചീറിപ്പാനി പോവാണ്. വേറെ എവിടേക്കുമല്ല, ബാറിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അനുപമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, അബി പോയത് മിക്കവാറും ബാറിലേക്കായിരിക്കും. ഇനി കുടിച്ച് കൂത്താടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവാ. എന്റെ ജീവിതം ഇനി എന്താകുമെന്തോ. ഈ നശിച്ചവള് കാരണം ഒരു സമാധാനമല്ലല്ലോ. ചെറുപ്പത്തിലും ഇങ്ങനെ തന്നെ കെട്ടിച്ചു വന്ന സ്ഥലത്തേക്ക് സമാധാനം ഉണ്ടാച്ചപ്പോ ദേ അവളും ആ സ്ഥലത്തേക്കാണ് കെട്ടി വന്നിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവൾ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് വിട പറയാതെ ഈ അനുപമക്ക് ജീവനോടെ ജീവിക്കാൻ പറ്റുന്നു ഒരു തോന്നലുമില്ല. എന്തായാലും അഞ്ജലി, നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് അനുപമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. അതിനുശേഷം രാഘവനുടെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഹരി രാഘവനുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. സർ, നമ്മൾ സംശയിച്ചത് സത്യമാണ് സർ. അഞ്ജലി ഇന്ന് വക്കീൽ ഓഫീസിൽ വന്നിരുന്നു. ആണോ? തന്നോട് ഇത് ആര് പറഞ്ഞു? നമ്മുടെ ജൂനിയർ വക്കീലന്മാര്. അവരിന്നേ ജാസ്മിനെ ഇട്ട് പൊരിക്കായിരുന്നു ക്യാൻറ്റീനിൽ വെച്ചിട്ട്. അവിടേക്ക് അഞ്ജലി വരികയും ജാസ്മിനോട് എന്തൊക്കെയോ രഹസ്യമായിട്ട് സംസാരിക്കുന്നു എന്ന് ജൂനിയർ വക്കീലന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എന്താ ഇത്ര കാര്യമായിട്ട് ജാസ്മിനോട് സംസാരിക്കാൻ? അത് വേറൊന്നും ആയിരിക്കില്ല, മിക്കവാറും അഞ്ജലിയുടെ കൂടെ കൂടാൻ വേണ്ടി ജാസ്മിനെ ക്ഷണിച്ചതായിരിക്കാനാ ചാൻസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ശരി, അവൾ ഇവിടെ നിന്ന് വക്കീൽ ഓഫീസിൽ പോയല്ലേ, കോടതിയിലേക്ക് പോയല്ലേ, അവൾ ഇവിടെ വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം നന്ദിനെ എടുത്ത് രാഘവനോട് ചോദിക്കുന്നുണ്ട്, അവൾ എവിടെ? അഞ്ജലി ഇപ്പൊ കേറി വന്നേ ഉള്ളൂ തമ്പുരാട്ടി, മുകളിലേക്ക് പോയിട്ടുണ്ട്, വിളിക്കവളെ. അഞ്ജലി 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അഞ്ജലി നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ അർജുനും വരുന്നുണ്ട്. രാഘവനുണ്ടി പറയണ്ട, നിന്നോട് ഞാൻ പറഞ്ഞതില്ലേടി, ഈ വീട് വിട്ട് പുറത്തേക്ക് പോരുന്ന നിന്റെ ഇനിയുള്ള ലോകം എന്ന് പറഞ്ഞത് ഈ വീടും അടുക്കള വരാന്തയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്കൊക്കെ വെച്ചുണ്ടാക്കി വിളമ്പി തരിക,
പത്മയുടെ സ്ഥാനമാണ് ഈ വീട്ടിൽ നിനക്ക് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഞാനതിന് ഇത്ര പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് വക്കീലായത്, LLB പഠിച്ച് ഞാൻ പാസ്സായി വക്കീലാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുന്ന രാഘവണ്ണി പറയുന്നുണ്ട്, ഓഹോ നീ എൻ്റെ അടുത്ത് തർക്കിക്കുകയാണല്ലേ? അതെ, തർക്കിക്കുക തന്നെയാണ്. കൊള്ളാം, എന്തായാലും എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ തർക്കിച്ച് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം നീ ആയോ? അതിന് മാത്രം നീ വളർന്നോടി എന്ന് രാഘവണ്ണി ചോദിക്കുമ്പോൾ അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. അച്ഛൻ വെറുതെ അഞ്ജലിയുടെ മെക്കെട്ട് കയറണ്ട. അയാൾ കഷ്ടപ്പെട്ട് പഠിച്ച് വക്കീലായെങ്കിൽ അയാൾക്ക് വക്കീൽ ഓഫീസിൽ പോവാനും കോടതി കയറാനും യാതൊരു വിലക്കുമില്ല. അച്ഛൻ ഈ വീട്ടിൽ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഓഹോ, അപ്പൊ ഞാൻ പറയണതിനപ്പുറം നീ ചെയ്യുമല്ലേടാ എന്ന് പറയുമ്പോൾ അതെ ഞാൻ ചെയ്യും. മാത്രല്ല എൻ്റെ ഭാര്യ അങ്ങനെ അടുക്കളയിൽ കഴിയേണ്ട ഒരുത്തിയല്ല, മനസ്സിലായോ? അഞ്ജലി ലോകം എമ്പാടും അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അഞ്ജലി നീതിക്കും ന്യായത്തിനും വേണ്ടി സംസാരിക്കുന്ന പെൺ സിംഹമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് രാഘവനുണിക്ക് ദേഷ്യം വരുന്ന കേട്ടോ. ഓഹോ, എങ്കിൽ നിന്റെ ഈ പെൺസിംഹത്തെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറയാണ്. അർജുൻ ആ രാഘവനുണിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കുന്നുണ്ട്. രാഘവനുണി വീണ്ടും പറയാണ്, എന്താടാ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ നിന്റെ ഈ പെൺസിംഹത്തെയും കൂട്ടിക്കൊണ്ട്. ശരി, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അർജുൻ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അർജുൻ തന്റെ അച്ഛനെ വെല്ലുവിളിച്ച് തനിക്ക് വേണ്ടി ഇങ്ങനെ അച്ഛനെ വെല്ലുവിളിച്ച് കൂടെ നിൽക്കണം കാണുമ്പോൾ അഞ്ജലിക്ക് അർജുന്റെ സത്യസന്ധതയും ആ ഒരു സ്നേഹവും കരുതലൊക്കെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ജലിയും തൊട്ടു പിന്നാലെ ഇറങ്ങാണ്. മുത്തശ്ശി ചോദിക്കണ്ട, മോളെ നീ എവിടേക്ക് പോകുന്നത്? സോറി മുത്തശ്ശി, ഞാൻ പോകുകയാണ്. എൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത്. അത് മാളിക വീട്ടിലാണെങ്കിൽ കുടിലാണെങ്കിലും അങ്ങനെ തന്നെ. അഞ്ജലിക്ക് ഒരു മടിയില്ല. പക്ഷെ അഞ്ജലിയുടെ ഈ ഒരു ഐഡന്റിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ഈ വീട്ടിൽ ജീവിക്കണമെന്ന് ഒരു ആഗ്രഹവും അഞ്ജലിക്കല്ല. പിന്നെ അനുപമയല്ല അഞ്ജലി, അത് രാഘവനുണ്ണി അങ്കിള് ഓർത്തെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോണത് അർജുന്റെയും അഞ്ജലിയുടെയും പുതിയൊരു ജീവിതമായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി അഞ്ജലി ഇത്രമാത്രം ഒരു തന്റേടിയാണെന്ന് വിചാരിച്ചില്ല. തന്റേടം കുറച്ച് കൂടുതലാണെന്ന് അറിയായിരുന്നു. പക്ഷെ തന്നെ വെല്ലുവിളിച്ച് ഈ രീതിയിൽ പോകുമെന്ന് രാഘവനുണ്ണി സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അഭി വെള്ളം അടിച്ച് കയറി വരുവാണ്. അഭിന്റെ അടുത്തേക്ക് അനുപമ വരുന്നുണ്ട്. അഭി, വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ബെഡ്റൂമിൽ പോയി കിടന്ന് ഉറങ്ങുക അഭി. വിടടി എൻ്റെ കൈ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ അഭി കരയുമ്പോ രാഘവനുണ്ണി വരുന്നുണ്ട്. എന്താടാ നിന്റെ പ്രശ്നം? നീ വീണ്ടും കുടിക്കാൻ തുടങ്ങിയോ എന്ന് പറയുമ്പോഴേക്കും അനുപമ ആ മഹാസത്യം രാഘവനുണ്ണി അടുത്ത് പറയാൻ വേണ്ടി പോവാണ്. വേറൊന്നുമല്ല, അഭി കുടിക്കാൻ കാരണം അവളാണ്, ആ അഞ്ജലി എങ്ങനെ അഭി കുടിക്കാൻ കാരണക്കാരിയാവുന്നത് എന്ന് രാഘവനുണ്ണി ചോദിക്കുമ്പോഴാണ് അനുപമ പറയണത്, അഭിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നെയല്ല അഭി സ്നേഹിച്ചത് അവളെയാണ്, ആ അഡ്വക്കേറ്റ് അഞ്ജലീന. വാട്ട്? എന്തൊക്കെയാ അനുപമ നീ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവളെ നഷ്ടപ്പെട്ട പ്രണയ നൈരാശ്യമാണ് അഭിക്ക് എന്നും കൂടി പറയുമ്പോഴേക്കും രാഘവനുണ്ണി അവിടെ തീർന്നു. തന്റെ 2 മക്കളുടെയും ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് രാഘവനുണ്ണി ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടി തന്നെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.